ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നിങ്ങളുടെ ഈ വർഷത്തെ കെട്ടിട നികുതി എല്ലാവരും അടച്ചിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ പ്രോപ്പർട്ടി ടാക്സ്, അതായത് നിങ്ങളുടെ കെട്ടിടങ്ങളുടെയൊക്കെ നികുതി അടക്കുന്നതിന് വേണ്ടി ഇപ്പോഴും പഞ്ചായത്ത് ഓഫീസിൽ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോകുന്നവരാണോ? എന്നാൽ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ കെട്ടിട നികുതി അടക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കെട്ടിട നികുതി ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മളിവിടെ ബിൽഡിംഗ് ടാക്സ് പേയ്മെൻറ്റ് നടത്താനായിട്ട് പോകുന്നത് കെ-സ്മാർട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ആദ്യമായിട്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കെ-സ്മാർട്ട് ആപ്ലിക്കേഷൻ്റെ ഐക്കണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ എൻ്റർ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പർ നമ്മൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. കെ-സ്മാർട്ട് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ നിന്നും ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് എൻ്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇവിടെ താഴെയുള്ള സെൻഡ് OTP എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP ലഭിക്കുന്നതായിരിക്കും. ഇവിടെ എൻ്റർ OTP എന്നുള്ള ഭാഗത്ത് നമ്മളെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ആ ഒരു OTP കോഡ് നമ്മളിവിടെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള ലോഗിൻ എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേസ് ഇതുപോലെ ആയിരിക്കും ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കുക. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിവിടെ പേ ടാക്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ അതിലൂടെയാണ് പോകേണ്ടത്. നമ്മുടെ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി പേ ടാക്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പേ ടാക്സ് എന്നുള്ള ആ ഓപ്ഷനിൽ എൻ്റർ ചെയ്യുന്നതോടുകൂടെ വീണ്ടും നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ പേ ടാക്സ്, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നിങ്ങനെയുള്ള 2 ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇപ്പോൾ നമുക്കിവിടെ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ നമ്മൾ പേ ടാക്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് നമ്മുടെ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ട ബിൽഡിങ്ങിൻ്റെ, അതായത് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് വരുന്നത് ഡിസ്ട്രിക്ട് എന്നുള്ളതാണ്. അതിൽ ആരോ കീയിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡിസ്ട്രിക്ട് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് ലോക്കൽ ബോഡി ടൈപ്പ് എന്നുള്ളതാണ്. അതിൽ ആരോ കീ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലോക്കൽ ബോഡി ടൈപ്പ് ഏതാണോ എന്നുള്ളത് നമ്മൾ അവിടെയുള്ള ഓപ്ഷനിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ നമുക്ക് മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാം. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ഏത് കാറ്റഗറിയിലാണോ വരുന്നത് എന്നുള്ളത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഓപ്ഷനായിട്ട് വരുന്നത് ലോക്കൽ ബോഡി നെയിം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലോക്കൽ ബോഡി ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്തതിനനുസരിച്ച് നമ്മുടെ ലോക്കൽ ബോഡി നെയിം നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ലോക്കൽ ബോഡി ടൈപ്പ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ലോക്കൽ ബോഡി നെയിം എന്നുള്ള ഭാഗത്ത് പഞ്ചായത്തിൻ്റെ പേര് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏത് പഞ്ചായത്താണ് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ഓപ്ഷനായിട്ടുള്ളത് വാർഡ് ഇയർ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് വാർഡ് വിഭജനം നടന്ന അവസാനത്തെ വർഷം ഏതാണോ അതിലുള്ളത് അത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ലേറ്റസ്റ്റായി നടന്നത് എന്നാണോ അതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്ത ഓപ്ഷൻ വരുന്നത് സോണൽ ഓഫീസ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് വാർഡ് ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. അതിൽ നിന്ന് ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വാർഡ് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ഓപ്ഷൻ വരുന്നത് സെർച്ച് ബൈ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏത് കാറ്റഗറി ഉപയോഗിച്ചുകൊണ്ടാണോ നമ്മുടെ ബിൽഡിംഗ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിൽ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഡോർ നമ്പർ, ഓണർ നെയിം, ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം എന്നിങ്ങനെയുള്ള 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഏതാണോ വേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ എളുപ്പമായി തോന്നുന്നത് വീട്ടു നമ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ള. അപ്പോൾ നമുക്ക് അതിലൊന്ന് ഒന്നാമത്തെ ഓപ്ഷൻ ഡോർ നമ്പർ എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം താഴെ ഡോർ നമ്പർ എന്നുള്ളതാണ് അടുത്ത ഓപ്ഷനായി വന്നുള്ളത്. അവിടെ നമ്മുടെ വീട്ടു നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അടുത്ത ഓപ്ഷനായി വന്നുള്ളത് സബ് നമ്പർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീടിന് നമുക്ക് സബ് നമ്പർ ഉണ്ടെങ്കിൽ ആ ഒരു സബ് നമ്പർ നമ്മൾ അവിടെ എൻ്റർ ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ബിൽഡിങ്ങിന് സബ് നമ്പർ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ സബ് നമ്പർ നമുക്ക് അറിയില്ല എങ്കിലൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ബിൽഡിങ്ങുകൾ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ അതിനുവേണ്ടി സെർച്ച് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഡോർ നമ്പറിലുള്ള ബിൽഡിങ്ങുകളുടെ ലിസ്റ്റ് ഇതുപോലെ നമുക്കിവിടെ ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏത് ബിൽഡിങ്ങിൻ്റെ ടാക്സ് ആണോ അടയ്ക്കേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ സെലക്ട് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ആ ലിസ്റ്റിൽ നിന്ന് എനിക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട ഒരു ബിൽഡിംഗ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓണർ നെയിം, പ്ലിന്ത് ഏരിയ, ആനുവൽ ടാക്സ് എമൗണ്ട് എത്രയാണ് എന്നുള്ളത് തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണാം. ഇവിടെ പേയ്മെൻറ്റ് ഇയർ അപ് ടു എന്നുള്ളതിൽ നമുക്ക് ഏതൊക്കെ വർഷത്തെ ടാക്സ് ആണോ അടക്കാനുള്ളതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ കിട്ടുന്നുണ്ട്. പെൻഡിങ് ഡിമാൻഡ് എന്നുള്ള ആ ഒരു ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ ഇതുപോലെയായിട്ട് കാണാനായിട്ട് സാധിക്കും. ശേഷം നമുക്ക് ഏതൊക്കെ വർഷത്തെ ടാക്സ് ആണോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ പാർട്ടായിട്ടും പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഇവിടെ താഴോട്ട് വരിക. ഇവിടെ താഴെ ഫോൺ നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെയുള്ള പേ നൗ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ്സ് എന്നുള്ളതിൽ 3 ഓപ്ഷൻസ് കാണും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം ഇവിടെ താഴെയുള്ള പേ നൗ എന്നുള്ള ആ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ്സ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്കിങ് തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷനാണോ വേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കാർഡ് എന്നുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു വിൻഡോ ഇതുപോലെ ഓപ്പണായി വന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കും. ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ കാർഡ് നമ്പർ എന്നുള്ളതാണ്. അവിടെ നമ്മുടെ കാർഡിൻ്റെ 16 അക്ക നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് നമ്മുടെ കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് ആണ് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. MMYY എന്നുള്ള ഫോർമാറ്റിലാണ് അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കാർഡിലുള്ള എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് കാർഡ് ഹോൾഡർ നെയിം എന്നുള്ളതാണ്. അവിടെ നമ്മുടെ കാർഡ് ഹോൾഡർ നെയിം നമ്മളതുപോലെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് CVV നമ്പറാണ്. അവിടെ നമ്മുടെ കാർഡിൻ്റെ CVV നമ്പർ കൂടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള പേ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ എൻ്റർ OTP എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നുള്ള ഒരു OTP കോഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സക്സസ്ഫുൾ, യുവർ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ താഴെ വ്യൂ റെസിപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്റ്റ് നമുക്ക് ഇതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും. ശേഷം ഇവിടെ താഴെ ഡൗൺലോഡ് റെസിപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. ആ ഒരു ഓപ്ഷനിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റെസിപ്റ്റ് ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ബിൽഡിംഗ് ടാക്സ് അഥവാ പ്രോപ്പർട്ടി ടാക്സ് എങ്ങനെയാണ് ഓൺലൈൻ വഴി സ്വന്തമായി പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.